Dear students, Chemical Coordination and Integration എന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് പോർഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ പലതരം എൻഡോക്രൈൻ ഓർഗൻസ് ആൻഡ് ദർ ഹോർമോൺസ് പഠിച്ചു കഴിഞ്ഞു. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ് വരെയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്കൊരു ജോഡി കിഡ്നികളുണ്ട്. ആ കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു ക്യാപ്പ് പോലിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ ഇതിനൊരു ഔട്ടർ റീജിയൻ ഉണ്ട്. ദിസ് റീജിയൻ ഈസ് കോൾഡ് ആസ് അഡ്രീനൽ കോർട്ടെക്സ്. ഇതിൻ്റെ നടുക്ക് ഭാഗത്തിനെയാണ് അഡ്രീനൽ മെഡുല്ല എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് റീജിയൻസ് ആണുള്ളത്. അഡ്രീനൽ കോർട്ടെക്സ് എന്നും അഡ്രീനൽ മെഡുല്ല എന്നും പറയും. ഈ രണ്ട് റീജിയനിൽ നിന്നും രണ്ട് വ്യത്യസ്ത ഹോർമോണുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Our body has one pair of adrenal gland, one at the anterior part of each kidney. ഓരോ കിഡ്നിയുടെ മുകളിലായിട്ടാണ് ഇത് കാണുന്നത്. The gland is composed of two types of tissues. There are two types of tissues. The centrally located tissue is called adrenal medulla, and this lies the outside lies the adrenal cortex. അകം അഡ്രീനൽ മെഡുല്ലയും ഔട്ടർ റീജിയനെ നമ്മൾ അഡ്രീനൽ കോർട്ടെക്സ് എന്നും പറയും. ഈ അഡ്രീനൽ കോർട്ടെക്സിൽ നിന്നും അഡ്രീനൽ മെഡുല്ലയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഹോർമോൺസ് ഓഫ് അഡ്രീനൽ മെഡുല്ല. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന അഡ്രീനൽ മെഡുല്ല, അതായത് സെൻട്രൽ ഭാഗത്ത് കാണുന്ന അഡ്രീനൽ മെഡുല്ല റീജിയനിൽ നിന്നുള്ള ഹോർമോണുകളെ കുറിച്ചാണ് പറയുന്നത്. The adrenal medulla secretes two hormones called adrenaline or epinephrine and noradrenaline or norepinephrine. These are commonly called as catecholamines. അഡ്രീനൽ മെഡുല്ല എന്ന് പറയുന്ന റീജിയനിൽ നിന്ന് രണ്ട് തരം ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അഡ്രിനാലിനും ഉണ്ട്, നോർ അഡ്രിനാലിനും ഉണ്ട് അല്ലേ. അഡ്രിനാലിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, എപ്പിനെഫ്രിൻ, ആൻഡ് നോർ അഡ്രിനാലിൻ ഈസ് ഓൾസോ നെയിംഡ് ആസ് നോർ എപ്പിനെഫ്രിൻ. ഇവരെ രണ്ടിനെയും ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കാറ്റക്കോളമൈൻസ് എന്നാണ്. കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇനി ഇവയുടെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. Adrenaline and noradrenaline are rapidly secreted in response to stress of any kind and during the emergency situation and are called as emergency hormones or hormones of fight or flight. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ തന്നെ. അഡ്രിനാലിനും നോറഡ്രിനാലിനെയും അറിയപ്പെടുന്ന എമർജൻസി ഹോർമോൺ എന്നാണ് അല്ലേ. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കൊരു എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു പട്ടി നമ്മളെ ഓടിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരികയാണ്, അല്ലേ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണും അല്ലേ. അങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഈ അഡ്രിനാലിനും നോറഡ്രിനാലിനും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നൊരു റെസ്പോൺസ് ഉണ്ടാകുന്നു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസാണ് ഈ അഡ്രിനാലിനും നോറഡ്രിനാലിനും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, എമർജൻസി ഹോർമോൺ എന്നോ അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ്
ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അതായത് നമ്മൾ ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും നോക്കും അല്ലേ, അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനും നോക്കും അല്ലെ. പട്ടി നമ്മുടെ അടുക്കേക്ക് ഓടി വരുമ്പോൾ നമ്മൾ അതിൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും, മാർഗം എന്തെങ്കിലും ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ ആ പട്ടിയെ നമ്മൾ ഓടിച്ചു വിടാനുള്ള അല്ലെ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഈ ഹോർമോണിനെ ദ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കൂടെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദീസ് ഹോർമോൺസ് ഇൻക്രീസസ് അലേർട്ട്നെസ്, പ്യൂപ്പിളറി ഡൈലേഷൻ, പൈലോ ഇറക്ഷൻ, സ്വെറ്റിംഗ് എക്സെട്ര. ഈ ഹോർമോൺസുകൾ ഇറ്റ് ഇൻക്രീസസ് അലേർട്ട്നെസ്, പെട്ടെന്ന് നമ്മൾ അലേർട്ടാകും അല്ലേ, നമ്മൾ പെട്ടെന്നൊന്ന് ഞെട്ടും അല്ലേ, അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കും. അതുപോലെ തന്നെ പ്യൂപ്പിളറി ഡൈലേഷൻ, നമ്മുടെ കണ്ണുകളിലുള്ള പ്യൂപ്പിള് ഡൈലേറ്റ് ചെയ്യും. അതുപോലെ പൈലോ ഇറക്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങളെല്ലാം ഇങ്ങനെ റേസ് ചെയ്ത് നിൽക്കും പേടിച്ച് അല്ലേ, അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഉണ്ടാകും, നമ്മൾ വേർക്കാൻ തുടങ്ങും. ബോത്ത് ദ ഹോർമോൺ ഇൻക്രീസസ് ദ ഹാർട്ട് ബീറ്റ്, the strength of heart contraction and the rate strengthens the heart contraction and the rate of respiration. ഈ ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു. അതുപോലെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹാർട്ടിലൊരു വയലൻറ്റ് കൺട്രാക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ റേറ്റും ഇൻക്രീസ് ചെയ്യും, റേറ്റ് ഓഫ് റെസ്പിറേഷനും ഇൻക്രീസ് ചെയ്യും. അതുപോലെ കാറ്റക്കോളമൈൻസ് ഓൾസോ സ്റ്റിമുലേറ്റ് ദെൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ റിസൾട്ടിങ് ഇൻ ദ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. പെട്ടെന്ന് തന്നെ ഈ ഹോർമോൺസിന് വേറൊരു പ്രത്യേകതകളോട് കൂടിയുണ്ട്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെയാണ് നമ്മൾ ഗ്ലൈക്കോജൻ എന്ന് പറയും. പെട്ടെന്ന് ഈ ഗ്ലൈക്കോജൻ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും ആ സിറ്റുവേഷൻ സമയത്ത്. അതായത് നമ്മളൊരു എമർജൻസിയെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോർഡ് ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്നു. അങ്ങനെ ഗ്ലൂക്കോസ് ആകുകയും ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഇൻ അഡീഷൻ ദേ ഓൾസോ സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. അതേപോലെ തന്നെ ലിപ്പിഡ്സിൻ്റെ പ്രോട്ടീനിൻ്റെ ബ്രേക്ക് ഡൗണിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എന്താണ്, അഡ്രീനൽ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളാണ്. അത് അലേർട്ട്നെസ് ഉണ്ടാക്കുന്നു, ഡയലേഷൻ ഓഫ് പ്യൂപ്പിൾ, സ്വെറ്റിംഗ്, പൈലോ ഇറക്ഷൻ, ഹെയർസ് എല്ലാം ഇങ്ങനെ റേസ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ അതുപോലെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു, റെസ്പിറേഷൻ കൂട്ടുന്നു, ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യുന്നു. അതുപോലെ ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ് ദ ലിപ്പിഡ് ബ്രേക്ക് ഡൗൺ ആൻഡ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ. നെക്സ്റ്റ് നമുക്ക് അഡ്രീനൽ കോർട്ടെക്സിലെ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഈ കോർട്ടെക്സ് റീജിയനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ടർ റീജിയനെയാണ് നമ്മൾ അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സിൽ നിന്നുള്ള ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്രീനൽ കോർട്ടെക്സ് സെക്രീറ്റ്സ് മെനി ഹോർമോൺസ് കോമൺലി കോൾഡ് ആസ് കോർട്ടിക്കോയിഡ്സ്. അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ മൊത്തത്തിൽ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് കോർട്ടിക്കോയിഡുകൾ എന്നാണ്. ഈ കോർട്ടിക്കോയിഡ്സ് ആർ ഓഫ് 3 ടൈപ്സ്. 3 തരം കോർട്ടിക്കോയിഡുകളുണ്ട്. 1 ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, 2 മിനറലോകോർട്ടിക്കോയിഡ് ആൻഡ് 3 ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ്. അങ്ങനെ 3 തരത്തിലെ ഹോർമോൺസ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ്. ഓരോന്നായിട്ട് നമുക്ക് എന്താണ് ഓരോ കോർട്ടിക്കോയിഡ്സിൻ്റെ ഫങ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. The corticoids which are involved in carbohydrate metabolism are called glucocorticoid. നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന കോർട്ടിക്കോയിഡ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. അതുകൊണ്ടാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിനെ മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, മിനറലോകോർട്ടിക്കോയിഡ്. ഇൻ അവർ ബോഡി കോർട്ടിസോൾ ഈസ് ദ മെയിൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്നതാണ് ഒരു കൂട്ടം ഹോർമോൺസാണ് ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് കോർട്ടിസോൾ. പിന്നീട് നമുക്ക് കോർട്ടിസോളിൻ്റെ ഫങ്ഷൻ പറയാം. അപ്പോൾ ഇൻ അവർ ബോഡി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ പ്രധാനപ്പെട്ട ആളാണ് കോർട്ടിസോൾ എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് മിനറലോകോർട്ടിക്കോയിഡ്.
Corticoids which regulate the balance of water and electrolytes in our body are called mineralocorticoids. നമ്മുടെ ശരീരത്തിലെ വാട്ടറിൻ്റെയും മിനറൽ അയോണുകളുടെയും ബാലൻസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിനറലോകോർട്ടിക്കോയിഡ്സിൻ്റെ ജോലി. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ പേര് തന്നെ ഉണ്ട്. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. അതേപോലെ നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന മിനറൽ അയോണുകൾ, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് അയോൺ പോലുള്ള അയോണുകളുടെ എല്ലാം തോത് ക്രമീകരിക്കുന്ന ജോലിയാണ് മിനറലോകോർട്ടിക്കോയിഡ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ ഈസ് ദ മെയിൻ മിനറലോകോർട്ടിക്കോയിഡ് ഇൻ അവർ ബോഡി. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ അകത്തെ പ്രധാനപ്പെട്ടത് കോർട്ടിസോൾ ആണെങ്കിൽ മിനറലോകോർട്ടിക്കോയിഡിൻ്റെ അകത്തെ പ്രധാനപ്പെട്ടത് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ ഈസ് ദ മെയിൻ മിനറലോകോർട്ടിക്കോയിഡ് ഇൻ അവർ ബോഡി. ആൽഡോസ്റ്റിറോണിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിൽ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷന് സഹായിക്കുന്നതും മിനറൽ അയോൺസിൻ്റെ റീഅബ്സോർപ്ഷന് സഹായിക്കുന്ന ആളാണ് ആൽഡോസ്റ്റിറോൺ. Functions of glucocorticoid. Glucocorticoids stimulate gluconeogenesis, lipolysis, and proteolysis, and inhibit the cellular uptake and utilization of amino acids. ഇത്രയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ ഫംഗ്ഷൻ. ഇനി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗ്ലൂക്കോനിയോജെനിസിസ്. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു. മറ്റേതെങ്കിലും പ്രോഡക്റ്റ്, കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിനെയാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് ൻ്റെ അളവ് കുറയുകയാണെങ്കിൽ, അപ്പം ഗ്ലൂക്കോസിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഉടൻ തന്നെ ഗ്ലൂക്കോനിയോജെനിസിസ്, ഇപ്പം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് അല്ലെങ്കിൽ ലിപ്പിഡ്സ് ഉണ്ട്, അപ്പോൾ അതിനെയെല്ലാം ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ഗ്ലൂക്കോസ് ഫോർമേഷൻ ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്, അതിനെയാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. ലിപ്പോലൈസിസ് മീൻസ് ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യുക. ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്തും ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനെയാണ് ലിപ്പോലൈസിസ്. അപ്പോൾ ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ പ്രോട്ടിയോലൈസിസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഗ്ലൂക്കോസ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നു, ലിപ്പോലൈസിസിന് സഹായിക്കുന്നു, അതുപോലെ തന്നെ പ്രോട്ടിയോലൈസിസ് പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്യാനും സഹായിക്കും. അതുപോലെ ഇതെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഇൻഹിബിറ്റ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിൻ്റെ ആഗിരണത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. അതും ആരുടെ ജോലിയാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ജോലിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ആളാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. Cortisol is involved in maintaining the cardiovascular system as well as the kidney functions. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിലെ പ്രധാനപ്പെട്ട ആൾ കോർട്ടിസോൾ ആണ്. കോർട്ടിസോളിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇറ്റ് മെയിൻറ്റെയിൻ ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ നേരാമണ്ണം കൊണ്ടുവന്നതും ആരുടെ സഹായത്താലാണ്? കോർട്ടിസോളിൻ്റെ സഹായം. ഈ കോർട്ടിസോൾസിന് വേറൊരു ജോലിയും ഉണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ആൻഡ് സപ്രസസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. കോർട്ടിസോളിന് മറ്റൊരു ഫംഗ്ഷനാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ്, എന്തെങ്കിലും അലർജി പോലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാൻ സഹായിക്കുന്ന റിയാക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ കോർട്ടിസോൾ പ്രൊഡ്യൂസസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫ്ലമേഷൻ നമുക്കറിയാം, തെണുത്ത് വരുന്നതിനെയാണ്, ചൊറിഞ്ഞ് തെണുത്ത് വരുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ കോർട്ടിസോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ സപ്രസസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുക എന്നുള്ള ഒരു ഗുണം കൂടി ഈ കോർട്ടിസോളിന് ഉണ്ട്.
കോർട്ടിസോൾ സ്റ്റിമുലേറ്റ് ദ RBC പ്രൊഡക്ഷൻ. കോർട്ടിസോളിന് മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്, അത് RBCയുടെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ കോർട്ടിസോള് മെഡിസിനായിട്ടും ഉപയോഗിക്കാറുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിനായിട്ടും കോർട്ടിസോൾസ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് മിനറലോകോർട്ടിക്കോയിഡിനെ കുറിച്ച് പറയാം. മിനറലോകോർട്ടിക്കോയിഡിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞിരുന്നത് ആൽഡോസ്റ്റിറോൺ ആണ്. Aldosterone act mainly at the renal tubule and stimulate the reabsorption of sodium and water and excretion of potassium and phosphate ions. Thus, aldosterone help in the maintenance of electrolytes, body fluid volume, osmotic pressure and blood pressure. അപ്പോൾ ആൽഡോസ്റ്റിറോണിന് ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ്. നമുക്കറിയാം റീനൽ ട്യൂബ്യൂൾസിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഡിയം അയോൺസിൻ്റെ റീഅബ്സോർപ്ഷനും വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനും ഒക്കെ റീനൽ ട്യൂബ്യൂളിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം എൻഹാൻസ് ചെയ്യുന്ന ജോലിയാണ് ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത്. അപ്പോൾ ആൽഡോസ്റ്റിറോൺ ദസ് ഹെൽപ്പിംഗ് മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, അതായത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ തോത് ക്രമീകരിക്കുക. സോഡിയം, പൊട്ടാസ്യം ഒക്കെ, വാട്ടർ, ഫോസ്ഫറസ് പോലുള്ള ലവണങ്ങളുടെയും വാട്ടറിൻ്റെയും എല്ലാം തോത് ക്രമീകരിക്കുക, അല്ലെ അത് നമ്മുടെ ബ്ലഡിൽ ബാലൻസിൽ നിർത്തുക എന്നുള്ളതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ പ്രധാന ജോലി. അതോടൊപ്പം തന്നെ അതുവഴി ഇറ്റ് മെയിൻറ്റെയിൻ ദ ഇലക്ട്രോലൈറ്റ്സ്, ബോഡി ഫ്ലൂയിഡ് വോളിയം, നമ്മുടെ ബോഡിയിൽ എത്ര ഫ്ലൂയിഡ് വോളിയം ഓഫ് ബ്ലഡൊക്കെ എത്ര ഉണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ, വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയും ഒക്കെ ലെവല് ക്രമീകരിക്കുക. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുക. ഇതെല്ലാം ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ആൽഡോസ്റ്റിറോൺ. അപ്പോൾ മിനറൽ അയോണുകളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ. മറ്റൊരു ഹോർമോണാണ് നമ്മൾ പറഞ്ഞ ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ്. Small amount of androgenic steroids are also secreted by the adrenal cortex, which play a role in the growth of axial hairs, pubic hair and facial hair during puberty. അതായത് ഇത് ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ് ആണ്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് നമുക്കറിയാം മെയിൽ ഒരു ഹോർമോണാണ്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ അല്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സിൽ ചെറിയ തോതിൽ ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ് സ്ത്രീകളിലും ഉണ്ടാകുന്നുണ്ട്, പുരുഷന്മാരിലും ഉണ്ടാകുന്നു. അപ്പോൾ ഈ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള ആൻഡ്രോജൻസ് എന്ന് പറയുന്ന സെക്സ് ഹോർമോൺസ് സെക്സ് ഓർഗൻസിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ അതല്ല. ഇത് സെക്സ് ഓർഗൻ അല്ലെങ്കിൽ പോലും അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻഡ്രോജനിക് ഹോർമോണാണ് ഈ ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയ എമൗണ്ടിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. ഇതിൻ്റെ റോളെന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർ. ആക്സിയൽ ഹെയർ എന്ന് പറയുന്നത് ഈ കൈയുടെ പിറ്റിലും ഒക്കെ ഹെയർസ് ഡെവലപ്പ് ചെയ്യും. പ്യൂബിക് ഹെയർ, അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഡ്യൂറിങ് പ്യൂബർട്ടി. അപ്പോൾ പുരുഷന്മാരിൽ താടിയും മീശയൊക്കെ വരുന്നതും രോമങ്ങളുടെ വളർച്ചയും ഇതെല്ലാം ഈ ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ കക്ഷത്തിലും ഒക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതും ഈ ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സിൻ്റെ ഫങ്ഷൻ കൊണ്ടാണ്. ലേഡീസിലും പുരുഷന്മാരിലും ഇത് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ 3 തരം ഹോർമോൺസ് ആണ് നമ്മൾ പറഞ്ഞ് അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറലോകോർട്ടിക്കോയിഡ് ആൻഡ് ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ്. നെക്സ്റ്റ് ഗ്ലാൻഡാണ് നമ്മുടെ പാൻക്രിയാസ്. നമുക്കറിയാം പാൻക്രിയാസ് എന്ന് പറയുന്ന ഓർഗൻ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്, അല്ലേ? ഡിയോഡിനം എന്ന് പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ റീജിയനിലാണ്. ഒരു വശത്ത് ലിവറും മറുവശത്ത് പാൻക്രിയാസുമായിട്ടിരിക്കും. പാൻക്രിയാസിൽ നിന്ന് നമ്മൾ സെക്രീഷൻസ് ഉണ്ടാകുന്നതും പാൻക്രിയാറ്റിക് ജ്യൂസിനെ കുറിച്ചും ഒക്കെ ധാരാളം എൻസൈംസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. പക്ഷേ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ഓർഗൻ. അതിൻ്റെ അകത്തുനിന്ന് എൻസൈംസ് തന്നെയല്ല ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാൻക്രിയാസ് ഈസ് എ കമ്പോസിറ്റ് ഗ്ലാൻഡ് വിച്ച് ആക്ട് ആസ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്.
അതിൻ്റെ അകത്ത് ഇതൊരു രണ്ടും കൂടി ചേർന്ന ഒരു ഗ്രന്ഥിയാണ്. എക്സോക്രൈനുമാണ് എൻഡോക്രൈനുമാണ്. എക്സോക്രൈൻ എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എക്സോക്രൈൻ പാർട്ട് എന്ന് പറയുന്നത്. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ എൻഡോക്രൈൻ. അപ്പോൾ രണ്ടും കൂടെ ആയതുകൊണ്ടാണ് അതിനെ ഒരു കമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്ന ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്ന് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദ പാൻക്രിയാസ് ആണ്. ദ endocrine part of the pancreas consists of islets of Langerhans. ഇത് പഠിച്ചിരിക്കുക. പാൻക്രിയാസിൻ്റെ എൻഡോക്രൈൻ പാർട്ടിന് പറയുന്ന പേരാണ് islets of Langerhans. There are about 1 to 2 millions of islets of Langerhans in normal human pancreas, representing only 1 to 2% of the pancreatic tissue. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സെൽസ് ആണ് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്താണെന്ന് മാത്രം പഠിച്ചു വെക്കുക. അതിൻ്റെ അകത്തെ എൻഡോക്രൈൻ പാർട്ടാണെന്ന് മാത്രം പഠിച്ചാൽ മതി. The two main types of cells in the islets of Langerhans are called as alpha and beta cells. പാൻക്രിയാസിൻ്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന സെൽസിൽ രണ്ട് തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് ആൽഫ സെല്ലുകളും പിന്നെ ബീറ്റ സെൽസ്. ആൽഫ സെൽസും ബീറ്റ സെൽസും ഉണ്ട്. പിന്നെ വേറൊരു സെല്ല് കൂടെ പറയുന്നുണ്ട്, ഡെൽറ്റ സെൽ. അത് നമുക്ക് പഠിക്കാനില്ല. ആൽഫയും ബീറ്റ സെൽസുകൾ മാത്രമേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ, നമ്മുടെ സിലബസിലുള്ളൂ. ദ ആൽഫ സെൽസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ദ ആൽഫ സെൽസ് സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് ഗ്ലൂക്കഗോൺ വൈൽ ബീറ്റ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. അല്ലേ, നമ്മളിത് വളരെ നന്നായിട്ട് പഠിച്ചിരിക്കണം. ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ രണ്ട് തരം സെൽസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ പ്രൊഡ്യൂസസ് ഗ്ലൂക്കഗോൺ ആൻഡ് ബീറ്റ പ്രൊഡ്യൂസസ് ഇൻസുലിൻ. ഇനി ഗ്ലൂക്കഗോണും ഇൻസുലിൻ്റെയും നമുക്ക് ഫങ്ഷൻ പഠിക്കണം. ആദ്യം നമ്മൾ റോൾ ഓഫ് ഇൻസുലിൻ ആണ് പറയുന്നത്. Insulin is a peptide hormone which plays a major role in regulation of glucose homeostasis. നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ ക്രമീകരിക്കുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ. ഇൻസുലിൻ ആക്ട് മെയിൻലി ഓൺ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ് ആൻഡ് എൻഹാൻസസ് ദ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. അതുപോലെ തന്നെ ഇൻസുലിൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ജോലി. അപ്പോൾ ഇൻസുലിൻ ഇത് നമ്മുടെ അഡിപ്പോസൈറ്റ്സിലും ഹെപ്പാറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങൾ, ലിവറിലും അതുപോലെ തന്നെ സാധാരണ അഡിപ്പോസ് ടിഷ്യൂവിലെ സെൽസാണ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത്. അവരെ എല്ലാവരെയും കൊണ്ട് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ ആഗീരണം ചെയ്യാൻ സഹായിക്കുന്നു സെല്ലിൻ്റെ അകത്തേക്ക്. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ ഈ സെല്ലുകളെ കൊണ്ട് ഈ ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്ക് എടുക്കുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക. അതിനെ എൻഹാൻസ് ചെയ്യുന്ന ജോലി ആർക്കാണുള്ളത്? ഇൻസുലിനാണുള്ളത്. ആസ് എ റിസൾട്ട് ദർ ഈസ് എ റാപ്പിഡ് മൂവ്മെൻറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ് ടു ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് അഡിപ്പോസൈറ്റ്സ് റിസൾട്ടിങ് ഇൻ ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ ലിവർ കോശങ്ങളിലും അതുപോലെ തന്നെ അഡിപ്പോസ് കോശങ്ങളിലേക്കും ആഗീരണം ചെയ്യിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഇൻസുലിൻ ചെയ്യുന്നത്. അതുവഴി ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു. അങ്ങനെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. അപ്പോൾ ഹൈപ്പോ എന്ന് നമുക്കറിയാം, എപ്പോഴും ഡിക്രീസ്ഡ് ലെവലിനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോ എന്ന് പറയാം. ഗ്ലൈസീമിയ മീൻസ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ വാക്കുകൊണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ജോലി. ഇൻസുലിൻ ഓൾസോ സ്റ്റിമുലേറ്റ് ദ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ ഇൻ ദ ടാർഗറ്റ് സെൽസ്. അതായത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ അധികമായിട്ട് വരുമ്പോൾ അതിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയും. ഗ്ലൈക്കോജെനിസിസ്, ആ പേര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഗ്ലൈക്കോജനെ സിന്തസൈസ് ചെയ്യുക അല്ലെങ്കിൽ ജനിപ്പിക്കുക. അപ്പോൾ അതിന് ഗ്ലൈക്കോജനെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ്
ഗ്ലൈക്കോജെനിസിസ് എന്ന് പറയും. The glucose homeostasis in blood is thus maintained jointly by the two insulin and glucagon. ഈ ഇൻസുലിൻ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ ഗ്ലൂക്കോഗോൺ അതിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഗ്ലൂക്കോസിൻ്റെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് സന്തുലിതാവസ്ഥ ക്രമീകരിക്കുക എന്നുള്ള ജോലിയാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും ചെയ്യുന്നത്. ഇവിടെ ഇനി ഗ്ലൂക്കോഗോൺ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോഗോൺ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുകയാണ് സാധാരണ ചെയ്യുന്നത്, അല്ലേ? Glucagon is a peptide hormone and play an important role in maintaining the normal blood glucose level. അതെങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നോർമൽ ആക്കുന്ന ഗ്ലൂക്കോഗോൺ നോക്കാം. Glucagon act mainly on the liver cells and stimulate glycogenolysis, resulting in an increased blood sugar called as hyperglycemia. നേരത്തെ നമ്മൾ ഇൻസുലിൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ആര് ചെയ്യുന്നത്? ഗ്ലൂക്കോഗോൺ ചെയ്യുന്നത്. അതായത് അതും ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? ലിവർ കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ലിവറിൻ്റെ കോശങ്ങളിലുള്ള സ്റ്റോർഡ് ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോജിനോലൈസിസ്. ലൈസിസ് എന്ന് പറയുന്നത് എന്താ? ബ്രേക്കിംഗ്. അതായത് ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. റിസൾട്ടിങ് ഇൻ എൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുക എന്നുള്ള ജോലിയാണ് ഗ്ലൂക്കോഗോൺ ചെയ്യുന്നത്. സോ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. നേരത്തെ നമ്മൾ ഇൻസുലിൻ എന്തായിരുന്നു ചെയ്തത്? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുമെങ്കിൽ ഗ്ലൂക്കോഗോൺ അത് എന്ത് ചെയ്യുന്നു? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ അവസ്ഥയെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. ഇൻ അഡീഷൻ ദിസ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഗ്ലൂക്കോനിയോജെൻസിസ് വിച്ച് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ഹൈപ്പർഗ്ലൈസീമിയ. നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഗ്ലൂക്കോനിയോജെൻസിസ്. നിയോ എന്ന് പറഞ്ഞാൽ ഓർക്കുക, പുതിയതായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്ന്, അതായത് കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കാനും ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? ഗ്ലൂക്കോഗോൺ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ മറ്റേതെങ്കിലും പ്രോഡക്ട്സ്, അതായത് പ്രോട്ടീനോ അല്ലെങ്കിൽ ലിപ്പിഡ്സിൽ നിന്നും ഒക്കെ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഗ്ലൂക്കോഗോണിന് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ്. അതുവഴിയും എന്ത് കൂട്ടാം? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടാൻ കഴിയും. അപ്പോൾ ഗ്ലൂക്കോഗോൺ റെഡ്യൂസസ് ദ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. നേരത്തെ നമ്മൾ ഇൻസുലിൻ പറഞ്ഞപ്പം ഇതിൻ്റെ അപ്ടേക്ക്, അതായത് ഗ്ലൂക്കോസിനെ ആഗിരണം ചെയ്യുമായിരുന്നു ചെയ്യുന്നത്, അല്ലേ, സെല്ലുകളിലൊക്കെ. അതേസമയം ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് റെഡ്യൂസസ് ദ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആഗിരണം തടയുന്നു, അല്ലെ കുറയ്ക്കുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ ആഗിരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി തന്നെ നിൽക്കും. ദാസ് ഗ്ലൂക്കോഗോൺ ഈസ് എ ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ഈ സെൻറ്റൻസ് പഠിച്ചു വച്ചിരിക്കണം. ഗ്ലൂക്കോഗോൺ എങ്ങനെയാണ്? ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോണാണ്. അതേസമയം ഇൻസുലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഈ രണ്ട് സെൻറ്റൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇത് നമ്മൾ വിശദീകരിച്ച് പറയേണ്ടതാണ്. ഗ്ലൂക്കോഗോൺ എങ്ങനെയാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുന്നത്? ഇൻസുലിൻ എങ്ങനെയാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നത്? അപ്പോൾ അത് വിശദീകരിക്കുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. റോൾ ഓഫ് ഗ്ലൂക്കോഗോണും റോൾ ഓഫ് ഇൻസുലിനും. ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന അവസ്ഥ, അല്ലേ? Prolonged hyperglycemia lead to complex disorder called diabetes mellitus, which is associated with the loss of glucose through urine and formation of harmful products known as ketone bodies. ഹൈപ്പർഗ്ലൈസീമിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോഴാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്, അല്ലേ? കുറേ നാൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്ന സമയത്ത്, കുറയുക, ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് സാധാരണ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കാൻ ആരും ഇല്ലാതാകുകയും അങ്ങനെ ബ്ലഡിൽ ഹൈപ്പർഗ്ലൈസീമിക് കണ്ടീഷൻ ഉണ്ടാകുന്നു, അല്ലേ? അങ്ങനെ ഹൈപ്പർഗ്ലൈസീമിക് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ
എന്ത് സംഭവിക്കുന്നു? എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസ് യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്യും, യൂറിനിൽ കൂടെ പാസ് ചെയ്യും. അങ്ങനെ യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്ന ആ അവസ്ഥ. അതുപോലെ തന്നെ ബോഡിയിൽ ഈ എക്സസ് ഗ്ലൂക്കോസ് മറ്റ് ചില ഹാംഫുൾ കോമ്പൗണ്ട്സ് ആയ കീറ്റോൺ ബോഡീസ് ഉണ്ടാകും. അങ്ങനെ കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്നതും എന്തിൻ്റെ ലക്ഷണമാണ്? ഡയബറ്റിസ് മെല്ലിറ്റസ്. ഡയബറ്റിക് പേഷ്യൻസ് ആർ സക്സസ്ഫുള്ളി ട്രീറ്റഡ് വിത്ത് ഇൻസുലിൻ തെറാപ്പി. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ഇൻസുലിൻ തെറാപ്പി ചെയ്യാറുണ്ട്. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണാണ്. പക്ഷേ ഇല്ലാതെ വരുമ്പോഴാണ്, ഈ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണല്ലോ ഡയബറ്റിസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇൻസുലിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്.